السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وجاءوا أباهم عشاء يبكون قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ വിവരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്നും ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും യൂസുഫിന് ലഭിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച സഹോദരന്മാർ പിതാവിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അകറ്റിയെടുക്കാൻ വേണ്ടി തന്ത്രം മെനയുകയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പോയി കളവ് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്ത്രപൂർവം കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി അവർ പറഞ്ഞ നുണകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ കളവ് പറഞ്ഞ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് സഹോദരന്മാർ അവിടം വിട്ടു പോവുകയാണ്. വിശുദ്ധ ഖുർആൻ അത് മുതൽക്കുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അല്ലാഹു പറയുന്നു, ഫലമ്മാ ദഹബൂ ബിഹി വഅജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ് വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. അങ്ങനെ അവർ അദ്ദേഹത്തെയും കൊണ്ടുപോയപ്പോൾ സഹോദരന്മാർ യൂസുഫ് അലൈഹിസ്സലാമിനെയും കൊണ്ടുപോവുകയാണ്. വഅജ്മഉ, അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടല്ലോ, അയ്യജഅലൂഹു, ആ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ ആക്കണമെന്ന്, ഫീ ഗയാബത്തിൽ ജുബ്ബി, ആഴമേറിയ ഒരു കിണറ്റിൽ, ആഴമേറിയ ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഇടണം എന്ന തീരുമാനം അവരെടുത്ത് ആ തീരുമാനം നടപ്പിൽ വരുത്താൻ വേണ്ടി മഹാനായ യൂസുഫിനെയും കൂട്ടി സഹോദരന്മാര് പോവുകയാണ്. അവർ സാധാരണ പോകുന്ന ഇടങ്ങളിലേക്ക്. അങ്ങനെ അവർ കൊണ്ടുപോയി അവർ ആ തീരുമാനം നടപ്പാക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൗഹൈനാ ഇലൈഹി, യൂസുഫിന് നാം ബോധനം നൽകി. യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു, സന്ദേശം കൊടുത്തു. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ.
ലതുനബ്ബി അന്നഹും, ഈ സഹോദരന്മാർക്ക് നീ തന്നെ വിവരം കൊടുക്കും, ബി അംരിഹിം ഹാദാ, അവരുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവരിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ചെയ്തികളെ സംബന്ധിച്ച്, അവര് ചെയ്തിട്ടുള്ള ഈ ചതികളെ കുറിച്ചെല്ലാം പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാമിന് ഭാവിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. അത് മുൻകൂട്ടി തന്നെ റബ്ബ് യൂസുഫ് അലൈഹിസ്സലാമിന് സന്ദേശം കൊടുക്കുകയാണ്. കിണറ്റിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ ഇടുന്ന വേളയിൽ, ആ കിണറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വേളയിൽ അള്ളാഹു വഹി കൊടുക്കുകയാണ്. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മനസ്സിൽ സന്ദേശമിടുകയാണ്. ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ, ഇവരുടെ ഈ പ്രവർത്തികളെ, ഈ കാര്യത്തെ സംബന്ധിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. വഹും ലാ യശ്ഉറൂൻ, അവർക്കൊന്നും മനസ്സിലാകാത്ത സന്ദർഭത്തിൽ. അത് പിന്നീട് പുലർന്നിട്ടുണ്ട്. നമുക്കറിയാം, കിണറ്റിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാം രക്ഷപ്പെട്ടു പോയതും പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകേണ്ടി വന്നതും, അങ്ങനെ അവരോട് ആ കാര്യം പിന്നീട് അവസാനം പറഞ്ഞു കൊടുക്കേണ്ടി വന്നതുമൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതിനെപ്പറ്റി നേരത്തെ യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു അറിയിപ്പ് കൊടുക്കുകയാണ്. ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ കിട്ടുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. ആ ശത്രുക്കൾ, അതല്ലെങ്കിൽ തന്നോട് ശത്രുത പുലർത്തുന്ന ഈ സഹോദരന്മാര് ആ പൊന്നനുജനെ കിണറ്റിലേക്ക് തള്ളുകയാണ്. കിണറ്റിലേക്ക് ഇട്ടുകൊണ്ടവർ തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് റബ്ബിന്റെ കാവൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് കിണറ്റിൽ ലഭിക്കുന്നു. സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. റബ്ബ് സമാധാനപ്പെടുത്തുകയാണ്. യൂസുഫെ, ഭയപ്പെടേണ്ടതില്ല. നിന്റെ സഹോദരങ്ങൾ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തികളെ കുറിച്ചും അവര് ചെയ്തിട്ടുള്ള ഈ ചെയ്തികളെ കുറിച്ചുമെല്ലാം വഴിയെ അവർക്ക് നിന്നെ മനസ്സിലാക്കാത്തൊരു കാലത്ത് തന്നെ നീ അവരോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് ബോധനം നൽകുന്നു. അങ്ങനെ ഇവരുടെ നിശ്ചയപ്രകാരം അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ എന്ത് ചെയ്യാണ്? കിണറ്റിലേക്ക് ഇടുകയാണ്. ഒരു ബക്കറ്റിൽ ഇരുത്തി അവർ കിണറ്റിലേക്ക് ഇങ്ങനെ താഴ്ത്തി അതിലേക്ക് അങ്ങ് വെച്ച് അവിടെ കിടക്കട്ടെ, ഇനി ഏതെങ്കിലും നിലക്ക് ആളുകൾ കൊണ്ടുപോയിക്കോളും, നമുക്ക് ശല്യം തീരും, ഇനി ഒരു കാലത്തും കണ്ടുമുട്ടേണ്ടി വരില്ല, നമുക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന തീരുമാനപ്രകാരം അവർ ആ കൃത്യമായ നിലപാടിലേക്ക് അവരുടെ തീരുമാനം അവർ നടപ്പാക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ കൃത്യം അവർ ചെയ്തതിന്റെ ശേഷം അവർ വൈകുന്നേര സമയത്ത് കരഞ്ഞുകൊണ്ട് അവർ അവരുടെ പിതാവിന്റെ സമീപത്തേക്ക് ചെന്നു. ചെയ്യേണ്ട എല്ലാ കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു. അവരുടെ തീരുമാനപ്രകാരം എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അങ്ങനെ ആ കൊടും ചതി അവർ ചെയ്തിട്ട് ആ സഹോദരന്മാര് തിരിച്ചു ചെല്ലുകയാണ് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. എങ്ങനെയാ ചെല്ലുന്ന രംഗം? അവർ കരഞ്ഞുകൊണ്ടാണ് വൈകുന്നേര സമയത്ത് അവര് ചെല്ലുന്നത്. എന്നിട്ട് പിതാവിന്റെ മുമ്പിൽ പോയി കള്ളക്കരച്ചിൽ നടത്തുകയാണ്, അഭിനയിച്ച് കരയുകയാണ്, വിഷമം അവര് പുറത്തേക്ക് അഭിനയിക്കുകയാണ്. ഖാലൂ, അവര് പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബ്നാ നസ്തബിഖു, ഞങ്ങൾ യാത്രാവേളയിൽ ഞങ്ങൾ ഓടിയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും മത്സരിക്കാനും കാര്യങ്ങൾക്കൊന്നും പ്രാപ്തിയില്ലാത്ത മോനാണല്ലോ യൂസുഫ്. അതുകൊണ്ട് അവന് ഞങ്ങളുടെ കൂടെയൊന്നും അങ്ങനെ ഓടാനും അങ്ങനെ കാര്യശേഷിയൊന്നും ഞങ്ങളുടെ കൂടെ അത്ര ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ യൂസുഫ ഇൻദ മതാഇനാ, ഞങ്ങളുടെ ഭക്ഷണ സാമഗ്രികളും അതുപോലെ തന്നെ വസ്ത്രങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് ഞങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരത്തിന് പോയത്, അങ്ങനെ ഞങ്ങൾ ഓട്ടത്തിന് പോയത്, അങ്ങനെ ഞങ്ങൾ വേട്ടക്ക് പോയത്. ആ സമയത്ത് യൂസുഫിന് ഇതിനൊന്നും കഴിയില്ലല്ലോ, അവൻ കുഞ്ഞുമോനല്ലേ എന്ന നിലക്ക് ഞങ്ങളുടെ സാധന സാമഗ്രികളുടെ അടുത്ത് ഞങ്ങൾ യൂസുഫിനെ വിട്ടേച്ചു കൊണ്ടാണ് പോയത്. ആ തക്കം നോക്കിയിട്ട്
അവന് ചെന്നായ തിന്നുപോയി. പിതാവേ, വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ. വമാ അൻത ബിമുഅ്മിനിൻ ലനാ, പിതാവേ, നിങ്ങൾ ഞങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ എത്ര സത്യസന്ധരാണെങ്കിലും ഉപ്പാക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ പറയുന്നതൊക്കെ സത്യാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി പിതാവിന്റെ മുമ്പിൽ പിന്നെയും കളവുകളുടെ ഘോഷയാത്ര തന്നെ നടത്തുകയാണ് അവരുടെ വാക്കുകളിലൂടെ. അവർ ചെയ്യേണ്ട എല്ലാ കുതന്ത്രങ്ങളും ചെയ്തിട്ട് കരച്ചിലും വീഴ്ച്ചിലും ഒക്കെയായി, കള്ളക്കരച്ചിലുമായിക്കൊണ്ട് അവര് മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ പോയിട്ട് പറയാണ്. കാരണം പറഞ്ഞതെന്താ? മുമ്പ് ഉപ്പ പറഞ്ഞ വാക്കിൽ നിന്ന് കിട്ടിയ സൂചന തന്നെ. നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഇന്നി അഖാഫു അൻ യഅകുലഹു ദിഅബു വ അൻതും മൻഹു ഗാഫിലൂൻ. നിങ്ങൾ ശ്രദ്ധിക്കാത്ത തക്കം നോക്കിയിട്ട് നിങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന നേരത്ത് അവനെ ചെന്നായ പിടിച്ചു തിന്നുമോ എന്ന് ഞാൻ പേടിക്കുന്നു മക്കളെ. അതുകൊണ്ട് കൊണ്ടുപോണ്ട. നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ആ പേടിയുണ്ട്. ആ കാരണം തന്നെ ഇവര് മുതലെടുത്തുകൊണ്ട് വാപ്പയോട് അത് തന്നെ തിരിച്ചു പറയാൻ തീരുമാനിക്കുകയാണ്. പിതാവേ, പിതാവേ, അവനെ ചെന്നായ പിടിച്ചു തിന്നുപോയി. ഞങ്ങൾ എത്ര സത്യം പറഞ്ഞാലും ബാപ്പ വിശ്വസിക്കൂല. ഇനി ബാപ്പാക്ക് വിശ്വാസം വരണമെങ്കിൽ ഇതാ ഞങ്ങൾ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെന്നായ പിടിച്ചതാന്നുള്ളതിന് ഞങ്ങൾ തെളിവും കൊണ്ടാ വന്നിട്ടുള്ളത്. وجاءوا ولا قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. وجاءوا ولا قميصه, അവര് കിണറ്റിലേക്ക് യൂസുഫിനെ ഇടുന്നതിന്റെ മുമ്പ് ഷർട്ടൊക്കെ ഊരി. എന്തൊക്കെയാണ് ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞിരിക്കുക? സഹോദരന്മാർക്കിടയിൽ പരസ്പരം എന്തൊക്കെ സംസാരം നടന്നിരിക്കും, അതൊന്നും നമുക്ക് ഊഹിച്ചു പറയാൻ കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടില്ല. എന്തായിരുന്നാലും വളരെ കഠോരമായ ഹൃദയത്തിന്റെ കാഠിന്യമുള്ള പണിയാണല്ലോ ആ ചെയ്തത്. മഹാനായ ആ മനുഷ്യനെ, അതല്ലെങ്കിൽ പിന്നീട് പ്രവാചകനായി റബ്ബ് നിയോഗിക്കാൻ പോകുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ അതിലേക്ക് തള്ളിയപ്പോ ശരീരത്തിലുണ്ടായിരുന്ന ഖമീസ്, ആ വസ്ത്രം ഊരിയിട്ട് ഒരു മൃഗത്തെ, ഒരാട്ടിനെയോ മറ്റോ അറുത്ത് അവരാ ചോര ഷർട്ടിൽ പുരട്ടുകയാണ്. എന്തിന്? ബാപ്പ വിശ്വസിക്കാൻ വേണ്ടി. ബിദമിൻ കദിബിൻ, കള്ളച്ചോര പുരട്ടി എന്നാണ്. കാരണം അത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചോരയല്ല. ചെന്നായ പിടിച്ചാൽ ആ വസ്ത്രത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചോരയല്ലേ വേണ്ടത്. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ബോഡിയിൽ നിന്ന് ചോര പൊട്ടിയിട്ടില്ലല്ലോ, ചെന്നായ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ ബാപ്പയെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവര് കള്ളച്ചോരയുണ്ടാക്കി, അഥവാ ആട്ടിനെയോ മറ്റോ അറുത്ത് ആ ബ്ലഡ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത ഈ വസ്ത്രത്തിൽ അങ്ങ് പുരട്ടിയിട്ട്, അതും കൊണ്ടാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിനെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, ഇതാ നോക്കൂ പിതാവേ, തെളിവിതാ, ചെന്നായ പിടിച്ചിരുന്നു, രക്തം പുരണ്ട ഷർട്ട് കണ്ടില്ലേ? ആ സമയത്ത് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന് ബോധ്യമായി ഇവര് പറയുന്നത് കളവാണ്. എന്തോ കുതന്ത്രം ഇവര് ചെയ്തിട്ടുണ്ട്. കാരണം ഏത് കളവ് പറയുന്നവനും അതല്ലെങ്കിൽ കള്ളം പ്രവർത്തിക്കുന്നവനും ഒരു തെളിവ് വിട്ടേച്ചു പോകും. ഏത് കളവ് ചെയ്തവനും ഒരു തെളിവ് അവൻ ശ്രദ്ധിക്കാറോടെ ബാക്കിയുണ്ടാവുന്നതാണ്. ഇവര് ചെയ്ത പണിയിലും എന്താണ്? വലിയ ബുദ്ധിയും തന്ത്രമൊക്കെ പ്രയോഗിച്ചപ്പോ ഒരു കാര്യം മറന്നുപോയി. അതെന്താ? ചെന്നായ പിടിച്ചവരാളുടെ ഷർട്ടിൽ ചെന്നായയുടെ പല്ലും നഖമൊക്കെ കൊണ്ടിട്ടുള്ള കീറലും മാന്തലുകളൊക്കെ ഉണ്ടാവും. ഈ ഷർട്ടിന് യാതൊരു തകരാറുമില്ല. യാതൊരു തകരാറുമില്ലാത്തൊരു ഷർട്ട്, കേവലം ചോര മാത്രമുണ്ട്. അങ്ങനെ എന്തായാലും ചെന്നായ പിടിച്ചുണ്ടാവില്ലല്ലോ. ചെന്നായയുടെ പല്ലും അതിന്റെ നഖവും അതൊക്കെ കീറിപ്പറിഞ്ഞ ഷർട്ടൊക്കെ ആയിരിക്കണം. പക്ഷെ ഇവര് ഷർട്ട് കീറിപ്പറിക്കാനൊക്കെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹിസ്സലാമിന് സംഗതി ബോധ്യമായി, ഇവരെന്തോ കുതന്ത്രം ഒപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് മഹാനവറുകൾക്കും മനസ്സിലായില്ല. കാരണം ഗൈബ് അള്ളാഹുവിന് മാത്രമല്ലേ അറിയൂ. അള്ളാഹു അറിയിച്ചു കൊടുത്തത് എന്താണെങ്കിൽ അറിയാമെന്നതല്ലാതെ അതിലപ്പുറം ആ മഹാനായ പ്രവാചകനും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തോ ഇവര് കുതന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് മഹാനവറുകൾ മനസ്സിലാക്കി. അവിടുന്ന് പറഞ്ഞു, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ,
നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല കാര്യം, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യുന്നു? ഞാൻ വെപ്രാളപ്പെട്ട് ഞാനാകെ കരഞ്ഞ് ആ നിലക്ക് ബഹളം കൂട്ടുന്ന നിലക്ക് മാറത്തടിച്ച് കരയാനോ അതല്ലെങ്കിൽ വസ്ത്രം കീറി എറിയാനോ തലതല്ലി കരയാനോ ഒന്നും ഞാനാളല്ല. ഫസബറും ജമീൽ, ഭംഗിയായ ക്ഷമ, ഇനി ക്ഷമിക്കുക തന്നെ, ഭംഗിയായ ക്ഷമിക്കുക തന്നെ. കാരണം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ ഒരു വലിയൊരു സംഭവത്തിന്റെ ഒരു പ്രവാചകനായിക്കൊണ്ട് എന്റെ മകൻ വന്നേക്കും എന്ന ഒരു സൂചന മനസ്സിലുണ്ട്. പക്ഷേ ബാക്കിയൊന്നും ഉറപ്പുകളില്ല. എന്താ നടക്കാൻ പോകുന്നത്, എങ്ങനെയാ സംഭവിക്കുക എന്നൊന്നും അറിയില്ല. ഫസബറുൻ ജമീൽ, ഭംഗിയായ ക്ഷമ തന്നെ. ഭംഗിയായ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? സബറുൻ ജമീൽ, ജമീലായ ഭംഗിയായ ക്ഷമ. അക്ഷമയുടെ വാക്കുകൾ പറയാത്ത, സഹികേടിന്റെ വാക്കുകൾ പറയാത്ത, ചീത്ത വാക്കുകളും ബേജാറിന്റെയും വെപ്രാളത്തിന്റെയും അപകടകരമായ വാക്കുകൾ പുറത്തു വരാത്ത നിലക്കുള്ള സഹനത്തിനാണ് സബറുൻ ജമീൽ എന്ന് പറയാ. അതിനാണ് സബറുൻ ജമീൽ പറയാ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇനി ഭംഗിയാർന്ന ക്ഷമ ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്താൻ, അല്ലാഹുവിനോടത്രേ സഹായം തേടപ്പെടുന്നത്. അലാമാ തസിഫൂൻ, നിങ്ങൾ ഈ വർണ്ണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്റെ റബ്ബിനോട് സങ്കടം പറയുന്നു, എന്റെ റബ്ബിനോട് ഞാൻ സഹായം തേടുന്നു എന്ന് പറഞ്ഞ് ക്ഷമയോടെ സഹനത്തോടെ തന്റെ മനസ്സിലെ ദുഃഖങ്ങൾ പുറമേക്ക് വെറുപ്പാകുന്ന നിലക്ക് പ്രകടിപ്പിക്കാതെ, അള്ളാഹു കോപിക്കുന്ന നിലക്കുള്ള ഒരു വാക്കുകളും പറയാതെ മനസ്സിൽ ആ സങ്കടം ഒതുക്കിക്കൊണ്ട് മഹാനായ പ്രവാചകൻ കഴിച്ചുകൂട്ടുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവാണ് സഹായം തേടപ്പെടേണ്ടവൻ. നമുക്ക് മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ദിക്റാണ് അല്ലാഹുൽ മുസ്തആൻ. അള്ളയാണ് സഹായം തേടപ്പെടേണ്ടത്. ഒരു പ്രയാസവും പ്രതിസന്ധിയും വിഷമത്തിൽ നമ്മളിങ്ങനെ മനസ്സ് ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് എന്ന് മനസ്സ് ബേജാറാകുമ്പോ മനസ്സിനെ പഠിപ്പിക്കേണ്ടതാണ് വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവാണ് സഹായം തേടപ്പെടേണ്ടവൻ. ആ റബ്ബിനോട് ഞാൻ എന്റെ സങ്കടം പറയും, ആ റബ്ബിനോട് ഞാൻ സഹായം തേടുന്നു എന്നിങ്ങനെ റബ്ബിനോട് മാത്രം തന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം കഴിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം യൂസുഫ് നബി അലൈഹിസ്സലാമിന് കിട്ടാൻ പോവുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കിണറ്റിൽ നിക്ഷേപിച്ചു പോന്നല്ലോ. അങ്ങനെ കുറച്ച് എത്ര ദിവസമാണ് കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അധിക നാൾ കിണറ്റിൽ കഴിയേണ്ടി വന്നിട്ടില്ല. ഏതാനും ദിവസം, അല്പ ദിവസം മാത്രമാകുമ്പോഴേക്ക് വജാഅത് സയ്യാറത്തുൻ ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവ ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം وأسروه بضاعة والله عليم بما يعملون. وجاءت السيارة. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരു വിശദീകരണവും നമ്മുടെ ഭാഗത്ത് നിന്നില്ലാത്തത്ര ഈ ചരിത്രം കൃത്യമായി അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ് നമുക്ക്. കിണറ്റിലകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം എന്തു ചെയ്യുമെന്നറിയാതെ റബ്ബിലേക്ക് റബ്ബ് സമാധാനിപ്പിച്ച സമാധാനത്തിന്റെ വാക്കുകളും കേട്ട് കിണറ്റിലിങ്ങനെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു വജാഅത്ത് സയ്യാറ, ഒരു യാത്രാ സംഘം ആ കിണറ്റിനരികിലൂടെ കടന്നു പോവുകയാണ്. വജാഅത്ത് സയ്യാറത്തും ഫഅർസലൂ വാരിദഹും, ആ യാത്രാ സംഘം ആ കിണർ കണ്ടപ്പോൾ അവരുടെ യാത്രയവിടെ നിർത്തി. എന്നിട്ടവരിൽ വെള്ളമെടുക്കാനുള്ള ഡ്യൂട്ടി കൊണ്ട് കൽപ്പിക്കപ്പെട്ട, വെള്ളമെടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാകും. ഓരോ ടീമിലും ഓരോരുത്തർക്കും ഡ്യൂട്ടി വിഭജിച്ചിട്ടുണ്ടാകും. ഒരു സംഘമാകുമ്പോ ആ യാത്രാ സംഘത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടയാളെ അവര് പറഞ്ഞേച്ചു കിണറ്റിന്റെ അരികിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ആ മനുഷ്യൻ കിണറ്റിന്റെ സമീപത്തെത്തിയിട്ട് ഫഅദ്ലാ ദൽവഹു, വെള്ളം കോരാനുള്ള ബക്കറ്റ് ആ കിണറ്റിലേക്ക് താഴ്ത്തിയപ്പോൾ ആ കിണറ്റിൽ നിന്നതാ കിണറ്റിലിരിക്കുന്ന യൂസുഫ് അലൈഹിസ്സലാം ആ ബക്കറ്റിൽ അള്ളിപ്പിടിക്കുകയാണ്. ആ പാത്രത്തിൽ അള്ളിപ്പിടിച്ചതിൽ കയറിയിരുന്നു കൊണ്ട് അതേ മേലോട്ട് വരുമ്പോഴാണ് ഇത്ര ഭാരമുള്ള വെള്ളമല്ല എന്ന് മനസ്സിലായി. ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം,
ഓ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് യാത്രക്കാരെ, ഹാദാ ഗുലാം, ഇതാ ഒരു കുട്ടിയെയാണ് എന്നയാളിങ്ങനെ മനസ്സിലിങ്ങനെ അദ്ദേഹം സന്തോഷത്തോടുകൂടെ പറഞ്ഞു, നല്ലൊരു കാണാൻ സുമുഖനായ നല്ലൊരു കുട്ടിയെയാണല്ലോ കിട്ടിയത് എന്ന് സന്തോഷപൂർവ്വം അയാൾ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അവര് അങ്ങനെ വല്ലാതെ ഒച്ചയും വിളിയും ബഹളവും പരസ്യവും ഒന്നുമാക്കാതെ ആ കുട്ടിയെ അവരുടെ ചരക്കിന്റെ കൂട്ടത്തിൽ ഒരു ചരക്കാക്കി ഒളിപ്പിച്ചു വെച്ചു. പുറത്തു കൊണ്ടുപോകാം. അല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അല്ലാഹു നന്നായി അറിവുള്ളവൻ തന്നെ. ഈ കുട്ടിയെ അവരവരുടെ ചരക്കുകളുടെ കൂട്ടത്തിൽ ഒളിപ്പിച്ചു വെച്ച്, ഒരു ചെറിയ കുട്ടി, കാണാൻ നല്ല സുമുഖനായ നല്ലൊരു കുഞ്ഞ്. അങ്ങനെ അവർക്ക് കുറച്ചിങ്ങനെ കൊണ്ടുപോയപ്പോ അവര് അഭിപ്രായം പറഞ്ഞു, നമുക്കേതായാലും ഇത് വെറുതെ കിട്ടിയതല്ലേ, നമ്മളേതായാലും അങ്ങനെ കൊണ്ടു നടക്കൊന്നും വേണ്ട, നമുക്ക് കിട്ടണ പൈസക്ക് കൊടുക്കാം, കിട്ടണ കാശിന് കൊടുക്കാം. കാരണം സ്വന്തം അധ്വാനമല്ല, സ്വന്തം മുതലല്ല. അങ്ങനെയാണല്ലോ സാധാരണ. ഒരാൾ മോഷ്ടിച്ചെടുത്ത സാധനമാണെങ്കിലും വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെങ്കിലും ഒക്കെ വേഗം വിറ്റൊഴിവാക്കാൻ നോക്കുമ്പോ വലിയ വില കിട്ടാനൊന്നും ആരും താല്പര്യം കാണിക്കൂല. അതതിന്റെ ഒരു പ്രകൃതി നിയമമാണ്. ഒരു സാധനം വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി, അതിന്റെ പ്രവർത്തകന്മാരെയോ ബന്ധപ്പെട്ടവരെയോ ഏൽപ്പിക്കണം എന്നൊന്നും ചിന്തല്ലാത്ത, ഇത് തനിക്ക് അടിച്ചു മാറ്റണം എന്ന് വിചാരിക്കുന്ന കക്ഷികളും മറ്റുള്ളവനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പോക്കറ്റടിച്ചതോ അതല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തതോ ആയ വസ്തുക്കളൊക്കെ കയ്യിൽ വന്ന സാധാരണ കള്ളന്മാരൊക്കെ എന്താ ചെയ്യാ, അതിന് താല്പര്യം ഉണ്ടാവില്ല. അവരത് കിട്ടണ വിലക്ക് കൊടുത്ത് ഒഴിവാക്കും. എത്ര കിട്ടിയാലും ലോവല്. 1000ന്റെ ഫോണാണെങ്കിൽ 200 കൊടുക്കും. എന്തായാലും എന്താ വെറുതെ ഇട്ടില്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കയ്യിൽ എത്ര കിട്ടിയാലും ലാഭം എന്നുള്ള നിലക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കിട്ടുന്നത് കിട്ടട്ടെ എന്ന നിലക്ക് പലപ്പോഴും ആളുകൾ മാറ്റും. ഇവിടെ സംഭവിക്കുന്നത് അതാണ്. യൂസുഫിനെ പറ്റി ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് കൊണ്ട് നടക്കണം, ഇങ്ങനെ ഒരു കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ യാത്രയിലുടനീളം വേണം എന്ന് അവർക്ക് വിചാരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു അല്ല പറയാണ്, വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. തുച്ഛമായ വെള്ളി ദിർഹമുകൾക്ക് അവർ അദ്ദേഹത്തെ വിറ്റുകളഞ്ഞു. ഈജിപ്തിൽ കൊണ്ടുപോയി അന്ന് അടിമക്കച്ചവടം നടക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. ആ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റിൽ ഇങ്ങനെ മനുഷ്യന്മാർക്ക് വില പറയുന്ന മാർക്കറ്റാണ് അടിമക്കമ്പോളം. ആ അടിമച്ചന്തയിൽ ഇങ്ങനെ ഉയരത്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അടിമയെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാകും. അതിന്റെ ഉടമകൾ അതിന്റെ എല്ലാ ഗുണഗണങ്ങളും ഇങ്ങനെ വർണ്ണിക്കും. എന്നിട്ട് വില കയറ്റി പറയും. ഏലം വിളിക്കും പോലെ വലിയ വില ആര് പറയുന്നോ അയാൾക്ക് വിൽക്കും. ഇങ്ങനെ അടിമകളെ കച്ചവടം നടത്തിയിരുന്ന അടിമച്ചന്തകളും അടിമ മാർക്കറ്റുകളും കമ്പോളങ്ങളും ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ മാർക്കറ്റിലേക്ക് ഈ യാത്രാസംഘം എത്തി. അവരും ഒരു ഭാഗത്ത് ഈ കുട്ടിയെ പ്രദർശിപ്പിച്ച് അവരിങ്ങനെ എന്ത് ചെയ്തു, ആർക്കാണ് വേണ്ടത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഒരു വിലയൊന്നും പേശുന്നില്ല, കിട്ടുന്നത് ഒഴിവാക്കുക എന്നുള്ള നിലക്ക് വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിം മഅദൂദ, എണ്ണപ്പെട്ട കേവലം ചില വെള്ളിക്കാശുകൾക്ക് അവർ അദ്ദേഹത്തെ വിറ്റുകളഞ്ഞു. കാരണം എന്താ? അള്ളാഹു കാരണം പറഞ്ഞത് വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. ആ കുട്ടിയെ പറ്റി അവർക്കൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രാ സംഘത്തിന് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു കണ്ണോ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് നടക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയെ വേറെ ഏതെങ്കിലും ഉപയോഗത്തിന് അവരുടേതായ കൂട്ടത്തിൽ കൂട്ടി ഒരു അധ്വാനിക്കേണ്ട പ്രായമായ അവർക്കും അധ്വാനിപ്പിക്കാമല്ലോ എന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ല, താല്പര്യമില്ല. അതുകൊണ്ട് മേലെന്ന് വേഗം ഒഴിവാക്കുക എന്നുള്ള നിലക്ക് ആദ്യം ഈജിപ്ഷ്യൻ മാർക്കറ്റിലാണ് യാത്രാ സംഘം എത്തുന്നത്. അവിടെ അവർ തുച്ഛമായ വിലക്ക് വിറ്റൊഴിവാക്കുകയാണ്. അള്ളാഹുവിന് പ്രത്യേകമായ തീരുമാനങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നടക്കണമെന്ന്. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്ന് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അങ്ങനെ അവിടെ ആ സമയത്ത് ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ് ഈ കുട്ടിയെ വാങ്ങുന്നത്. ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസീസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അടിമക്കമ്പോളത്തിൽ ഈ സുന്ദരനായ കുട്ടിയെ കണ്ണുവെക്കുന്നത്. ഈ കുട്ടിയെ അദ്ദേഹം കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് വല്ലാതെ ആകർഷിച്ചു പോയി. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ഈ കുട്ടിയെ സ്വന്തമാക്കണം എന്നവർ തീരുമാനിച്ചു. അധികം വിലയൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ചോദിക്കുമ്പോഴേക്ക് തന്നെ കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം വാങ്ങിക്കൊണ്ട് പോവുകയാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ. ആ കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോയിട്ട് കൊട്ടാരത്തിലെത്തുകയാണ്.
ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് ആ കുടുംബനാഥൻ, അതല്ലെങ്കിൽ രാജാവ്, വീട്ടിലുള്ള റാണിയോട്, ഭാര്യയോട് പറയാണ്, വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്റ ലിംറഅതിഹി അക്രിമീ മസ്വാഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്റ, ഈജിപ്തിൽ നിന്ന് ആ കുട്ടിയെ വില കൊടുത്ത് വാങ്ങിയ വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, കൊട്ടാരത്തിലെത്തിയിട്ട് കൊട്ടാരത്തിലെ രാജ്ഞിയോട് പറഞ്ഞു, അക്രിമീ മസ്വാ, ഈ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവന്റെ താമസ സ്ഥലം വളരെ മാന്യമായി ആദരവോടുകൂടി ഇവനെ ഏറ്റെടുക്കണം. നമ്മൾ ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സംവിധാനവും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കണം. അസാ അൻ യൻഫഅനാ, ഇവൻ നമുക്ക് ഭാവിയിൽ ഉപകരിച്ചേക്കും, ഇവനെ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും കിട്ടിയേക്കും. ഔ നത്തഖിദഹു വലദാ, അതല്ലെങ്കിൽ അവനെ നമുക്ക് നമ്മുടെ മോനായിട്ട് സ്വീകരിക്കാം. ചരിത്രത്തിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ഇയാള് സന്താനങ്ങളില്ലാത്ത കുടുംബമായിരുന്നു, മക്കളില്ല. അതുകൊണ്ടാണ് ഭാര്യയോട് പറയേണ്ടത്, ഇവനെ നമുക്കൊരു മോനായിട്ട് സ്വീകരിക്കാം. ഔ നത്തഖിദഹു വലദാ. അങ്ങനെ കൊട്ടാരത്തിൽ എത്തുകയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം എന്ന ബാലൻ. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാമിന് ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്രകാരം കിണറ്റിലകപ്പെട്ട ആ മനുഷ്യൻ അവസാനം കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങളുടെ നടുവിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. സൗകര്യങ്ങൾ ഭൂമിയിൽ യൂസുഫിന് നാം ഏർപ്പെടുത്തി കൊടുത്തു. ഇപ്രകാരം മാത്രമല്ല, സ്വപ്ന വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും അവിടുത്തെ താമസവും ശേഷമുള്ള സംഗതികളും കാരണമായിട്ടുണ്ട്. അള്ളാഹു അവന്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നു. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അറിയുന്നവരല്ല. തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. വലമ്മാ ബലഗ അശുദ്ധഹു, അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല പ്രായശേഷിയും ഒക്കെ എത്തിയപ്പോൾ ആതൈനാഹു ഹുക്മൻ വഇൽമാ, നാം അദ്ദേഹത്തിന് പ്രവാചകത്വ പദവിയും കാര്യങ്ങളിൽ വിവേചനത്തോടുകൂടെ വിധിക്കാനുള്ള പവറും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. കൊട്ടാരത്തിൽ ഇങ്ങനെ വളർന്ന് വലുതായി വരുമ്പോ വളർച്ചയുടെ ഘട്ടങ്ങളെത്തി, 10ഉം 30ഉം അതുപോലെ തന്നെ വയസ്സിന്റെ കടുത്തെത്തിയപ്പോ അള്ളാഹു അദ്ദേഹത്തിന് വമ്പിച്ച അനുഗ്രഹങ്ങൾ, നിഅമത്തും നുബുവത്തും അറിവും ഹിക്മത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക നജ്സിൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്ന നല്ലവരായ ആളുകൾക്ക് നാം ഇപ്രകാരം അത്രേ പ്രതിഫലം കൊടുക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖകരമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ പ്രവാചകന് നേരിടേണ്ടി വന്ന കടുത്ത പരീക്ഷണം, ആ പ്രവാചകന് നേരിടേണ്ടി വന്ന കടുത്ത പരീക്ഷണം. ചെറുപ്രായത്തിൽ കൊട്ടാരത്തിലെത്തി, വളർന്നു വലുതായി, നല്ല ചെറുപ്പക്കാരൻ, നല്ല തടിയും മിടുക്കുമുള്ള, ആരും കണ്ടാൽ നോക്കിപ്പോകുന്ന, അന്തം വിട്ട് നിന്നുപോകുന്ന മനുഷ്യനല്ല ഇത് എന്ന് ഒറ്റ നോട്ടത്തിലെ പറഞ്ഞു പോകുന്ന, അത്രത്തോളം വലിയ സൗന്ദര്യത്തിന്റെ ധാമം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കെ ആ കൊട്ടാരത്തിലെ റാണിയുടെ മനസ്സിൽ ദുഷിച്ച ചിന്ത മുളപൊട്ടുകയാണ്. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. وراودته التي هو في بيتها عن نفسه, ആരുടെ വീട്ടിലാണോ മഹാനായ ആ പ്രവാചകൻ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വീട്ടിലുള്ള പെണ്ണിന്റെ മനസ്സിൽ ദുഷിച്ച ചിന്ത മുളപൊട്ടി. അവൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിച്ച് തന്റേതായ പ്ലാനിങ്ങിലേക്ക് അകപ്പെടുത്താനും കുടുക്കുവാനും ശ്രമങ്ങൾ തുടങ്ങി.
സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാമുമായി അവിഹിതമായി ബന്ധം സ്ഥാപിച്ചു കിട്ടാനും അദ്ദേഹത്തോട് ചേർന്ന് കിടക്കാനുമുള്ള തന്ത്രങ്ങൾ സുന്ദരിയും അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഭാര്യയുമായ രാജ്ഞിയുമായ എല്ലാം കൊണ്ടും സൗന്ദര്യം തികഞ്ഞു നിൽക്കുന്ന അധികാരമുള്ള പവറുള്ള എല്ലാ നിലക്കും തോഴിമാരുടെ ഏത് സമയത്തും പരിചാരകരുള്ള വലിയ സ്ഥാനമുള്ള അത്യുന്നത പദവിയുള്ള ആ റാണി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. അവൾ അണിഞ്ഞൊരുങ്ങി ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചു, ആകർഷിപ്പിക്കുന്ന നിലക്കുള്ള ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പൂശിക്കൊണ്ട് വാതിലിന്റെ അകത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് തന്ത്രപരമായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു വരുത്തി കവാടങ്ങൾ മുഴുവനും കൊട്ടിയടച്ചു. പരിശുദ്ധ ഖുർആൻ പറയാണ്, വഗല്ലഖത്തിൽ അബ്വാബ്, കവാടങ്ങൾ മുഴുവനും ഭദ്രമായി കൊട്ടിയടച്ചു. ആ ഒരു റൂമിലേക്ക് ഇനി ഒരാളും വരൂല. ഒന്നാമത് റാണിയുടെ റൂമിലേക്ക് അനുവാദമില്ലാതെ ഒരാളും കടന്നു വരൂല. അത്ര സ്വകാര്യതയാകുമല്ലോ അരമനയിലുള്ള ഒരു രാജ്ഞിയുടെ മണിയറ എന്ന് പറയുന്നത്. അവിടേക്ക് കടക്കണമെങ്കിൽ 5ഉം 6ഉം 7ഉം ഒക്കെ കവാടങ്ങളും റൂമുകളും കടന്നിട്ട് ഒരു റാണിയുടെ റൂമിലേക്ക്, സ്വകാര്യതയുടെ ഒരു റൂമിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയും. ആ രൂപത്തിൽ തന്ത്രപരമായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കവാടങ്ങൾ, അബ്വാബുകൾ മുഴുവനും കൊട്ടിയടക്കുകയാണ് റാണി. അങ്ങനെ എല്ലാ നിലക്കും ആകർഷിപ്പിക്കുന്ന നിലക്ക് അണിഞ്ഞൊരുങ്ങിയിട്ട് തെറ്റായ കാര്യത്തിലേക്ക് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ ക്ഷണിക്കുകയാണ്. വഖാലത്ത് ഹൈതലക്ക്, ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ്. ഇങ്ങോട്ട് വരൂ യൂസുഫേ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, മഅദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവല് ചോദിക്കുകയാണ്. കാരണം ഇന്നഹു റബ്ബി, നിശ്ചയമായും അവനാണ് എന്റെ റബ്ബ്. അഹ്സന മസ്വായ, എനിക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എനിക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് എനിക്കത് നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ച എന്റെ റബ്ബിനെ ഞാൻ വഞ്ചിക്കൂല. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, നിങ്ങൾ ക്ഷണിക്കുന്ന ഈ ക്ഷണത്തിന്റെ പ്രവൃത്തി അക്രമമാണ്, വ്യഭിചാരം അക്രമമാണ്. ആ അക്രമത്തിലേക്ക് ഞാൻ കൂട്ടുനിന്നാൽ, ആ അക്രമത്തിന് ഞാൻ വഴങ്ങിത്തന്നാൽ അക്രമികൾ ഒരു കാലത്തും വിജയിക്കുകയില്ല എന്നെനിക്കുറപ്പാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യൂല. മഹാനായ പ്രവാചകൻ അല്ലാഹുവിൽ അഭയം തേടുകയാണ്. മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു, അല്ലാഹുവിൽ ഞാൻ കാവല് ചോദിക്കുന്നു. എന്നിട്ട് ഇന്നഹു റബ്ബി, ആ റബ്ബ് അല്ലാഹുവാണ് എന്റെ റബ്ബ്. 2 നിലക്ക് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രബലമായ അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതെന്താ? ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞാൽ ആ അള്ളയാണ് എന്റെ റബ്ബ്, ആ അള്ളയാണ് എനിക്കിവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നൽകി എനിക്ക് തൗഫീക്ക് നൽകിയത്. അതുകൊണ്ട് ആ റബ്ബിനെ ഞാൻ വഞ്ചിക്കൂല. അത് ചെയ്താൽ ഞാൻ അക്രമികളിൽ പെട്ടുപോകും, അക്രമി വിജയിക്കൂല എന്ന ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതെന്താണ്? മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. പിന്നീട് പറഞ്ഞ ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് എന്റെ യജമാനനാണ്, നിങ്ങളുടെ ഭർത്താവ് എന്റെ യജമാനനാണ്. ആ യജമാനനാണ് അഹ്സന മസ്വായ, ഈ കൊട്ടാരത്തിൽ എന്നെ വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്നതും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം എനിക്ക് ഏർപ്പെടുത്തി തന്നതും അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ എനിക്ക് ഒരുക്കി തന്ന ആ യജമാനന്റെ ഭാര്യയായ നിങ്ങളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്ക് പറ്റൂല. അങ്ങനെ ഞാൻ ചെയ്താൽ അത് വലിയ ദുൽമാകും, അക്രമികൾ ഒരിക്കലും വിജയിക്കുന്നതുമല്ല. അങ്ങനെ 2 വ്യാഖ്യാനമുണ്ട്. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ സന്ദർഭവുമായി യോജിക്കുന്നത്. കാരണം മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. ഇന്നഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ എനിക്കിവിടെ ചെയ്തു തന്ന നിഅമത്തിനോട് ഞാൻ നന്ദികേട് കാണിച്ചാൽ എനിക്ക് വിജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം കിട്ടിയവർക്ക് അതിന് കഴിയൂ. തെറ്റിലേക്ക് ക്ഷണിക്കുന്ന വേളയിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
നാളെ പരലോകത്ത് ആരുടെയും തണലില്ലാത്ത ദിനം, സൂര്യൻ തലക്കുമീതെ കത്തിജ്വലിച്ച് ജനങ്ങളെ മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കുന്ന ദിനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തണലിട്ട് കൊടുക്കുന്ന കുറെ വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലിന് അവകാശികളായി മാറുന്ന കുറെ ആളുകളെ ഒരു ഹദീസിൽ സബഅത്തുൻ എന്നാണ് എണ്ണിയത്. 7 കൂട്ടം ആളുകളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 6ാമത്തെ കൂട്ടത്തിൽപ്പെട്ടതാണ് റജുലുൻ ദഅതുഹും റഅതുൻ ദാതു മൻസിബിൻ വ ജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. വറജുലുൻ, ഒരു വ്യക്തി, ഒരു പുരുഷൻ, ദഅതുഹു, ആ പുരുഷനെ ക്ഷണിക്കുന്നു, ഇമ്രാത്തുൻ, ഒരു സ്ത്രീ. എങ്ങനെയുള്ള സ്ത്രീ? തെരുവേശ്യയല്ല, വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ന്യൂനതകളുള്ള പെണ്ണൊന്നുമല്ല. ദാതു മൻസിബിൻ വ ജമാൽ, നല്ല അധികാരവും അന്തസ്സും പദവിയും സൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ അതീവ സുന്ദരിയും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള ഒരു പെണ്ണ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ഫഖാല, ആ മനുഷ്യൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് നാളെ പരലോകത്ത് ആർക്കും തണലില്ലാത്ത, വിയർത്തൊലിച്ച് മനുഷ്യൻ കഷ്ടപ്പെടുന്ന, സൂര്യൻ തലക്കുമീരെ കത്തിജ്വലിച്ച് വിയർപ്പിൽ എല്ലാവരും മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് റബ്ബിന്റെ പ്രത്യേക തണൽ കൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്രത്തോളം പ്രാധാന്യം അതിനുണ്ടാകാൻ കാരണം അതൊരു അപാരമായ ജിഹാദാണ് എന്നുള്ളത് കൊണ്ടാണ്. കഴിയില്ല, അത് കഴിയാത്തൊരു കാര്യമാണ്. പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ആളുകൾ അറിയുമെന്നോർത്തിട്ടല്ല, ആരെങ്കിലും കാണുമെന്നോർത്തിട്ടല്ല, ഈ ദുനിയാവിലെ അപമാനം ഓർത്തിട്ടല്ല, ഈ ദുനിയാവിലെ ശിക്ഷയോർത്തിട്ടല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ ആ മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അവരുടെ നേതാവാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. കൊട്ടാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ മാറുകയാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല, യൂസുഫ് നബി അലൈഹിസ്സലാം മനുഷ്യനല്ലേ, വിചാരങ്ങളും വികാരങ്ങളും മനുഷ്യനില്ലേ, അതിലൊന്ന് യൂസുഫ് അലൈഹിസ്സലാം ഒഴിവല്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ ഇതിലൊരു ജിഹാദില്ല. അങ്ങനെ ഒരു താല്പര്യം തന്നെ തോന്നാത്തയാളോ പ്രായക്കാരനോ ഒക്കെ ആണെങ്കിൽ ഇതിൽ ഒരു ത്യാഗവും നമുക്ക് കാണാനാവില്ല. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ത്യാഗം എന്താണ്? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, ഈ വ്യക്തിയുടെ ഭാര്യ അഥവാ കൊട്ടാരത്തിലെ രാജ്ഞി, വലഖദ് ഹമ്മത് ബിഹി, യൂസുഫിനെ കൊണ്ട് വേണ്ടാത്തത് വിചാരിച്ചു. ഉറപ്പാണ്, എന്താ വിചാരിച്ചതെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. യൂസുഫ് അലൈഹിസ്സലാമിനെ വരുതിയിലാക്കണം, അദ്ദേഹവുമായി കിടപ്പറ പങ്കിടണം, വ്യഭിചാരം ചെയ്യണം, സുഖിക്കണം എന്ന് തന്നെയാണ് ആ പെണ്ണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഉറപ്പിച്ചിട്ട് തന്നെ നിൽക്കുന്നത്. വലഖദ് ഹമ്മത് ബിഹി, അതാണ് അതിന്റെ അർത്ഥം. യൂസുഫിനെ കൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അവൾ ഉറപ്പിച്ചു, തീരുമാനിച്ചു, മനസ്സിൽ അത് ചിന്തിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലും ചിന്ത വന്നു. അത് മാനുഷികമായ നിലക്കുള്ള ചിന്തയാണ്. മാനുഷികമായ നിലക്ക് ഏതൊരു പുരുഷനും ഒരു സ്ത്രീയോട് പ്രകൃത്യാ ഒരു ചായ്വുണ്ടാകും. അത് മനുഷ്യന്റെ പ്രകൃതാണ്. അതിൽ നിന്ന് പ്രവാചകന്മാർ ഒഴിവല്ല. പക്ഷേ ഇവിടെ പ്രവാചകന്മാരെ സംബന്ധിച്ച് അങ്ങനെ പറയാവോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു എന്ന് പറയുന്നൊരു തെറ്റല്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇത് വാസ്തവത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദറജ കൂട്ടുകയാണ്, പദവി കൂട്ടുകയാണ്. കാരണം എന്താ? ഇങ്ങനെ ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ചിന്ത മാനുഷികമായ നിലക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലും തോന്നിയപ്പോഴേക്ക് ലൗലാ അർആ ബുർഹാന റബ്ബി, തന്റെ രക്ഷിതാവിന്റെ തെളിവ് അദ്ദേഹത്തിന് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തിന്മയിൽ അകപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് അള്ളാഹു ബുർഹാൻ കൊടുത്തു എന്നാണ്. എന്ത് ബുർഹാനാണ് അള്ളാഹ് കൊടുത്തത്?
എന്ത് തെളിവാണ് മഹാനവറുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തത്? അള്ളാഹു പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. എന്തായിരുന്നാലും ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാത്രമുള്ള ഈമാനും ഭയവുമാകുന്ന ബുർഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന് ഇട്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ മനസ്സിൽ മാനുഷികമായ നിലക്ക് തോന്നിയ ആ ആദ്യഘട്ടത്തിലെ ഒരല്പ വികാരത്തിൽ നിന്ന് അതിനടിമപ്പെടാതെ മഹാനായ പ്രവാചകൻ രക്ഷപ്പെടുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം മഹാനായ പ്രവാചകന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഇവിടെ നിന്നാൽ സംഭവിക്കാൻ എന്താണ്? അവര് ദുരുപയോഗം ചെയ്യും, ദുഷിച്ച പ്രവർത്തനത്തിന് മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എന്താണ്? ഓടിപ്പോകാനാ മനസ്സിലേക്ക് പിന്നെ ചിന്ത വന്നത്. ഓടിക്കോളാൻ മനസ്സിൽ അതാണ് ചിന്ത വന്നത്. പെട്ടെന്ന് ഓടുകയാണ്, പെട്ടെന്ന് ഓടാണ്. ഇപ്രകാരം മഹാനായ ആ പ്രവാചകനിൽ നിന്ന് അള്ളാഹു ദുഷിച്ച പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചുവിടുന്നു. ഒരു തെറ്റിലും ഒരു തൊടുന്നത് പോലുമില്ലാതെ മഹാനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം വളരെ നിഷ്കളങ്കരായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു, നല്ല ഇഖ്ലാസുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ തിന്മ ഒരിക്കലും ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അദ്ദേഹം ഓടിപ്പോക്കല്ലാതെ രക്ഷയില്ലെന്ന് കണ്ട്, ഓടിപ്പോകണമെങ്കിൽ വാതിലുകളൊക്കെ ഭദ്രമായി അടച്ചിട്ടുണ്ട്, വാതിലിന്റെ അടുത്തേക്ക് തുറക്കാൻ ഓടുകയാണ്. അത് തുറക്കാനോടുമ്പോ പിന്നാലെ മത്സരിച്ചുകൊണ്ട് ഭാര്യയും ആ പെണ്ണും വരികയാണ്. അവൾ വാതിലിന്റെ അടുത്തേക്ക് അവളും എത്തുകയാണ്. അവളുടെ ലക്ഷ്യം എന്താണ്? യൂസുഫ് അലൈഹിസ്സലാമിനെ പിടിച്ച് തിരികെ കൊണ്ടുവരലാണ്. യൂസുഫ് അലൈഹിസ്സലാം ഓടുന്നത് വാതിൽ തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനാണ്. രണ്ടു കൂട്ടരും ആരാര് മുന്നിൽ എന്ന നിലക്കുള്ള ഓട്ടം വന്നപ്പോൾ അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വസ്തബഖൽ ബാബ്, രണ്ടാളും വാതിലിന്റെ സമീപത്തേക്ക് മത്സരിച്ചു ഓടുന്നു. രണ്ടാളുടെ മത്സര ഓട്ടം പോലെ ആരാദ്യം എത്തും എന്ന നിലക്ക് ഓടിപ്പോവുകയാണ് മഹാനായ പ്രവാചകൻ. വഖദ്ദത് ഖമീസഹു മിൻ ദുബർ വഅൽഫ യാ സയ്യിദഹാ ലദൽ ബാബ് قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. മഹാനായ ഒരു പ്രവാചകൻ ഓടി രക്ഷപ്പെടുന്ന ഈ രംഗം നോക്കൂ. പറയാൻ എത്ര എളുപ്പമാണ്, പറയാനും എഴുതാനും ഒക്കെ എത്ര എളുപ്പമാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആനിലൂടെ ഓതിത്തന്നില്ലേ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى. അല്ലാഹുണ്ട്, അല്ലാഹു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന് റബ്ബിന്റെ മഖാമ്, റബ്ബിന്റെ സാന്നിധ്യം ഭയപ്പെട്ടുകൊണ്ട് തന്റെ ശരീരത്തെ തെറ്റുകളിൽ നിന്ന് ആര് തടഞ്ഞു നിർത്തുന്നുവോ, ശ്രദ്ധിക്കുക, രണ്ടെണ്ണം അവിടെ അല്ലാഹു പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ സാന്നിധ്യം ഓർത്തു അവൻ ഭയപ്പെട്ടു. ആ ഭയം മുഖേന തിന്മയിൽ നിന്ന് തന്റെ ശരീരത്തെ അവൻ തടഞ്ഞു നിർത്തി. അതിനെ പ്രതിഫലമുള്ളൂ. ആളുകൾ കാണുമോ, അറിയുമോ, ഈ ലോകത്ത് അപമാനമുണ്ടാവുകയോ, ഇത് പരസ്യമാകുമോ, അതൊന്നും ഓർത്തിട്ടല്ല. മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് ഭയപ്പെട്ട് തെറ്റുകൾ ചെയ്യാതെ എത്ര തെറ്റിനുള്ള ചാൻസുകൾ ഒത്തുകിട്ടിയാലും, ആരാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാലും, ഏതേത് രൂപത്തിലുള്ള സൗകര്യങ്ങളുടെ നടുവിലായാലും, സ്വകാര്യതകളുടെ ലോകത്താണെങ്കിലും, അല്ലാഹുവേ നീ കാണുന്നല്ലോ, നീ അറിയാത്ത ഒരിടമില്ലല്ലോ, നിന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, നിന്റെ കേൾവിയിൽ പെടാത്ത ഒന്നുമില്ലല്ലോ, എല്ലാം നീ കാണുന്നു, നോക്കുന്നു, അറിയുന്നു എന്ന് തീരുമാനിച്ച് മനസ്സിനെ പഠിപ്പിച്ച് ഒറ്റക്കാണെങ്കിൽ പോലും ഇദാമാ ഖലൗതദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണെങ്കിൽ പോലും നീ പറഞ്ഞു പോകരുത് ഞാൻ ഇപ്പോൾ ഒറ്റക്കാണെന്ന് നീ പറഞ്ഞു പോകരുത്. വലാകിൻ, പക്ഷേ, ഖുൽ, നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം, അലയ്യ റഖീബു, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് എന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ പഠിപ്പിക്കണം എന്നാണ്.
നമ്മളെ എവിടെ ഒറ്റക്ക് സ്വകാര്യതയുടെ ലോകത്ത് ഒറ്റക്കാണെങ്കിലും ഉടനെ മനസ്സിനെ പഠിപ്പിച്ചോളണം, അലയ്യ റഖീബ്, എന്നെ നിരീക്ഷിക്കുന്ന റബ്ബ് എന്നെ കാണുകയാണ്, കേൾക്കുകയാണ്, നോക്കുകയാണ്, എന്റെ എല്ലാം അറിയുകയാണ്, എന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും ആ നാഥൻ അറിയുകയാണ്. അങ്ങനെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, തെറ്റില്ലെന്ന് തന്റെ തടിയെ അവൻ തടഞ്ഞു നിർത്തുന്നു. ബാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല, അയൽക്കാര് കാണുന്നില്ല, സഹപ്രവർത്തകന്മാര് അറിയുന്നില്ല, ആരാരും അറിയാത്ത ഒരു സ്വകാര്യതയുടെ ലോകത്താണ് ഞാനെങ്കിലും ഇന്ന റബ്ബി, എന്റെ രക്ഷിതാവ് എന്നെ കാണുകയാണ്, അവൻ എന്നെ നിയന്ത്രിക്കുകയാണ്, അവൻ എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഓർത്ത് മനസ്സിൽ നല്ല പേടി തോന്നിയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആഗ്രഹിച്ച തിന്മയില്ലെന്ന് സ്വന്തം തടിയെ ആരെങ്കിലും തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് കിട്ടാനുള്ള സങ്കേതം, അവന് ചെന്ന് ചേരാനുള്ള അഭയസ്ഥാനം സ്വർഗമാകുന്നു. ആ സ്വർഗം, സ്വർഗത്തിലുള്ള ഹൂറികൾ, സ്വർഗീയ ഭക്ഷണങ്ങൾ, സ്വർഗീയ ഫലങ്ങൾ, സ്വർഗീയ സൗകര്യങ്ങൾ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ഒരു ചിന്തയിലും ഇന്നുവരെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജന്നാത്ത്, ആ ജന്നത്താണ് കിട്ടാനുള്ളത്. അതേ അവസരത്തിൽ അള്ളാഹു മറ്റൊരു കാര്യം പറഞ്ഞു, وَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى. തൊട്ട മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അതേ അവസരത്തിൽ ആര് ധിക്കാരം പ്രവർത്തിക്കുന്നുവോ, അതിരുവിടുന്നുവോ, وَآثَرَ الْحَيَاةَ الدُّنْيَا, ഈ ലോകത്തെ സുഖങ്ങളാണ് എനിക്ക് വലുത്, അത് ഞാൻ നഷ്ടപ്പെടുത്തൂല, അത് ഞാൻ ആസ്വദിച്ചേ അടങ്ങൂ, അത് ഉപയോഗിച്ചേ ഞാൻ അടങ്ങൂ, അതെന്നെ തടയാൻ ആരും വരണ്ട, അതിനെക്കുറിച്ച് എന്നെ ഉപദേശിക്കാൻ ഒരാളും വരണ്ട, ഞാൻ എന്റെ സുഖം നിർവഹിച്ചേ അടങ്ങൂ എന്ന നിലക്ക് ദുന്യാവിന്റെ സുഖങ്ങൾക്ക്, ഐഹികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് റബ്ബിനെ മറന്നാൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, കത്തിയാളുന്ന നരകമാണ് അവന് കിട്ടാൻ പോകുന്നത്. അവിടെ അവന്റെ ശരീരത്തിൽ നിന്ന് പഴുത്ത് ആ തൊലികളെല്ലാം പഴുത്ത് ചുളുങ്ങി അവന്റെ തലയോട്ടിയെ പോലും ഒടിച്ചു കളയുന്ന നിലക്ക് മുഖത്തുള്ള അവന്റെ എല്ലാ തൊലികളും അവൻ കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിലേക്ക് ഉതിർന്നു വീഴുന്ന നിലക്ക് അവരുടെ ശരീരത്തിൽ നിന്ന്, നരകവാസികളായ ആളുകളുടെ ബോഡിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ഞ ദുർഗന്ധമുള്ള ചീഞ്ചലം, അത് കുടിപ്പിക്കാൻ കൊടുപ്പിക്കപ്പെടുന്ന അത്യന്തം ദയനീയവും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, വലാ യുഅദ്ദിബു അദാബഹു അഹദ്, അല്ലാഹ് ശിക്ഷിക്കും പോലെ ശിക്ഷിക്കുന്ന ഒരാളുമില്ല, അല്ലാഹ് പിടിച്ചു കെട്ടും പോലെ കെട്ടുന്ന ഒരാളുമില്ല എന്ന് പറഞ്ഞ അതിഭയാനകമായ നരകം. കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല, കത്തിയാളുന്ന നരകം, നസാഅത്തൻ ലിശ്ശവാ, തലയോട്ടിയുടെ തൊലിയങ്ങ് തകർത്ത് കളയുന്ന തീയാണ്. അതുപോലെ തന്നെ ലവാഹത്തുൽ ലിൽ ബശർ, തൊലിയുടെ ഷേപ്പ് അങ്ങ് മാറ്റിക്കളയുന്ന തീയാണ്. പിന്തിരിഞ്ഞോടുന്നവരെ അങ്ങോട്ട് കയറി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിടുന്ന തീയാണ്. വലിയ ഹൂങ്കാരങ്ങൾ മുഴക്കുന്ന തീയാണ്. വലിയ വലിയ രൂപത്തിലുള്ള ആക്രോശങ്ങളും ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്ന ജഹന്നമാണ്. വലിയ വലിയ തീപ്പൊരികൾ പോലും മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടക സമാനമായ നിലക്ക് പുറത്തേക്ക് ദേഷ്യം കൊണ്ട് പുറത്തേക്ക് തീപ്പൊരികൾ എടുത്തെറിയുന്ന നരകമാണ്. അതാണ് കിട്ടാൻ പോകുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജന്നത്തിലേക്ക് പോകുന്ന ഏറ്റവും വലിയ വിശ്വാസികളുടെ നേതാവായിക്കൊണ്ട് ഈ രംഗത്ത് വിരാജിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ഭയപ്പെട്ടു. ആ മഹാനായ പ്രവാചകൻ റബ്ബിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് ബാക്കി എല്ലാം അദ്ദേഹത്തിന്, എന്ത് തെറ്റ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ ചെയ്യാൻ സൗകര്യമുള്ള ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് അദ്ദേഹം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആ തിന്മ ചെയ്തുകൂടായിരുന്നില്ലേ? എല്ലാം അനുകൂലായിരുന്നില്ലേ? 10-13 കാര്യങ്ങൾ പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഏതിന്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പടച്ചവനെ പേടി മനസ്സിലാക്കി തരാൻ.
അള്ളാനെ എത്രത്തോളം ഭയപ്പെട്ടിട്ടാണ് ഈ തിന്മയിൽ നിന്ന് മാറി നിന്നതെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ 13 കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താ 13 കാരണങ്ങളാൽ യൂസുഫ് ആ തെറ്റ് ചെയ്യേണ്ട ആളായിരുന്നു, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. ഏതാ 13 കാരണങ്ങൾ? ഒന്ന്, സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു മനുഷ്യനായാൽ ഒരു സ്ത്രീയോടൊരു ചായ്വുണ്ടാകില്ലേ, അതിൽ അദ്ദേഹവും വീണു പോകേണ്ടതല്ലേ, പക്ഷെ വീണുപോയില്ല. രണ്ടാമതായി പണ്ഡിതന്മാര് പറയാണ്, അദ്ദേഹം സുന്ദരനായ യുവാവായിരുന്നു. സുന്ദരനായ യുവാവാണ്, ആരും കണ്ടാലൊന്ന് നോക്കിപ്പോകുന്ന, ആകർഷിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ പ്രകൃതം. മാത്രമല്ല വിവാഹം കഴിച്ചിട്ടുമില്ല. മൂന്നാമത്തെ കാരണം, അവിവാഹിതനാണ്, തിന്മ ചെയ്യാൻ ചാൻസുകൾ ഏറെയാണ്. 4, പ്രവാസിയാണ് അദ്ദേഹം, വിദേശത്താണ്, സ്വന്തം നാട്ടിലല്ല. സ്വന്തം നാട്ടിലാണെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോ ബാപ്പ അറിയില്ലേ, ഉമ്മ അറിയില്ലേ, ജ്യേഷ്ഠന്മാരറിയില്ലേ, അനുജന്മാരറിയില്ലേ, നാട്ടുകാരറിയില്ലേ, വീട്ടുകാരറിയില്ലേ. ഒരു പ്രവാസിക്ക് ആരെ ഭയപ്പെടാനാ? ഒരു പ്രവാസിക്ക്, ഒരു വിദേശിക്ക് ആരെ ഭയപ്പെടാനാ? വിദേശത്തുമാണ്, ആരെയും ഭയപ്പെടാനില്ല. 5ാമത്തെ കാര്യം എന്താണ്? ക്ഷണിക്കുന്ന സ്ത്രീയോ അവൾ ഏറ്റവും അതീവ സുന്ദരിയാണ്, അധികാരവും പവറുമുള്ളവളാണ്. 6ാമത്തെ കാരണം പറയാണ്, ഒരു വിസമ്മതവും അവൾ പ്രകടിപ്പിക്കൂല, ഒരു തടസ്സവുമില്ല. കാരണം അവളാണ് ക്ഷണിക്കുന്നതും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നതും. പിന്നെന്താ പേടിക്കാനുള്ളത്? 7ാമത്തെ കാരണം അതാ പണ്ഡിതന്മാര് പറഞ്ഞു. 8, അവളുടെ വീട്ടിലും അധികാര പരിധിയിലും പെട്ടുകൊണ്ടാണ് അവൾ ക്ഷണിക്കുന്നത്. പിന്നെ ആരെയാണ് ഭയപ്പെടാനുള്ളത്? 9, ഒരാളെയും പേടിക്കാനില്ല, എല്ലാം ഭദ്രമാണ്. കാരണം വാതിലുകൾ അവളാണ് അടക്കുന്നത്, പാറാവുകാരെ കൺട്രോൾ ചെയ്യുന്നത് അവളാണ്, ആരും അങ്ങോട്ട് കയറി വരില്ല. 10, യൂസുഫ് അലൈഹിസ്സലാം വീട്ടിലെ അടിമയാണ്, അടിമ ഉടമ പറഞ്ഞത് കേട്ടോളണം, ആ നിലക്കും അനുസരിക്കേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. 11, നാട്ടിലുള്ള സർവ്വസുന്ദരികളും തരുണികളും ഇവർക്ക് സപ്പോർട്ടാണ്, എന്തും അവർ ചെയ്തോട്ടെ, എല്ലാവരും അതിന് പ്രോത്സാഹനമാണ്. 12 ഭീഷണിയുടെ സ്വരവുമുണ്ട് റാണിയുടെ ഭാഗത്ത് നിന്ന്, അനുസരിച്ചോളണം, ഇല്ലെങ്കിൽ ജയിലിലിടും, അല്ലെങ്കിൽ അതികഠിനമായിട്ട് നിന്ദ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണി വരെ റാണി പറയുന്നുണ്ട്. പക്ഷേ മഹാനായ പ്രവാചകൻ വഴങ്ങിയില്ല. 13ാമത്തെ കാരണം പണ്ഡിതന്മാര് പറയാണ്, ഭർത്താവാണെങ്കിൽ ലോല നയമുള്ളവനുമാണ്. ഭർത്താവിന് ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു കൂസലുമില്ല. ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് മനസ്സിലായിട്ടും ആ ഭർത്താവിന് വല്ലാത്തൊരു ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ ഘടകവും അനുകൂലമായിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെടുമ്പോൾ പിന്നാലെ ചെന്നുകൊണ്ട് ആ പെണ്ണ് വഖദ്ദത്തു ഖമീസഹു മിൻ ദുബുരിൻ, പിന്നാലെ ഓടിച്ചെന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിന്നിൽ നിന്ന് കുപ്പായം വലിച്ചു കീറുന്നു. കുപ്പായം പിടിച്ചതോടുകൂടെ കയ്യിൽ കുപ്പായം കീറിപ്പോരാണ്. പിന്നിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ പിൻഭാഗത്ത് പിടുത്തം കിട്ടി. പിടിയും വലിയാവുമ്പോ ഒരാൾ ശക്തിയിൽ അങ്ങോട്ട് ഓടുക, ഒരാൾ ഇങ്ങോട്ട് വലിക്കുക, കീറി, കുപ്പായം കീറിപ്പോയി. വാതിൽ തുറക്കുമ്പോഴേക്ക് 2 ആളും കൂടി എത്തി. ആരെയാ കണ്ടുമുട്ടിയത്? യജമാനൻ വരുന്നു, ഭർത്താവ് എത്തിപ്പോയി. വാതിൽക്കൽ 2 ആളും നിൽക്കുന്നു. അങ്ങേപ്പുറത്ത് വാതിൽക്കൽ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി ആരുണ്ട്? ഭർത്താവ് എത്തിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് പെണ്ണുങ്ങളുടെ കുതന്ത്രമാണ്, പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. പെട്ടെന്നൊരു കുതന്ത്രം കണ്ടുപിടിക്കാനുള്ള കഴിവ്, അത് സ്ത്രീ സഹജമായിട്ട് കുതന്ത്രം അവർക്ക് വല്ലാതെ ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പെട്ടെന്ന് സാഹചര്യമൊക്കെ കണ്ടു നോക്കുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അധികമൊന്നും അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല, ഉടനെ തന്ത്രം പറഞ്ഞു. ഖാലത്ത്, അവള് ഭർത്താവിനോട് പറയാണ്, മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂആ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. മാ ജസാഉ, എന്ത് പ്രതിഫലാ കൊടുക്കേണ്ടത്? എന്ത് പ്രതിഫലാ കൊടുക്കേണ്ടത്? നിങ്ങൾ പറ. ഭർത്താവിനോട് ചോദിക്കുകയാണ് അവള്. എന്തിന്? മൻ അറാദ ബിഅഹ്ലിക സൂആ, താങ്കളുടെ ഭാര്യയെ ചീത്തയായ പ്രവർത്തനത്തിന് ഉദ്ദേശിച്ചവനെ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. എന്താ വേണ്ടത് ഇവനെ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി താമസിപ്പിച്ച് എല്ലാം ചെയ്തു കൊടുത്ത് നിങ്ങളെ വഞ്ചിച്ച ഇവനെ എന്ത് പ്രതിഫല ഇവന് കൊടുക്കേണ്ടത്? എന്നെ ഇവൻ ചതിക്കാൻ നോക്കിയതിന് എന്ന് നേരെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നേരെ ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ് ഈ പെണ്ണ്. എന്നിട്ട് അവള് പറഞ്ഞു, അവള് തന്നെ വിധി പറയാ, അവളെന്നെ കുറ്റം ആരോപിക്കുക, അവളെന്നെ കോടതി, അവളെന്നെ ജഡ്ജി, അവളെന്നെ സാക്ഷ്യം പ്രഖ്യാപിക്കുക. ഉടനെ പറഞ്ഞു, ഇല്ല യുസ്ജന, ഒന്നുകിൽ ഇവനെ ജയിലിലിടണം, ഔ അദാബുൻ അലീം, അല്ലെങ്കിൽ നല്ല കടുത്ത ശിക്ഷ കൊടുക്കണം. അത് രണ്ടല്ലാതെ വേറെ എന്ത് ചെയ്യാനാ?
ഇവള് വേഗം വാദമങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാ കുറ്റവും നിരപരാധിയായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മേൽ ചാർത്തുക. അതുവരെ മിണ്ടാതെ നിന്ന് ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം, എന്താണ് റബ്ബേ ചെയ്യേണ്ടത്? ആ സമയത്തിന് മൗനം പാലിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഖാല ഹിയ റാവദത്നി അൻ നഫ്സി. അദ്ദേഹം പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി, ഞാൻ നിരപരാധിയാണ്, ഇവളാണ് എന്നെ വശീകരിക്കാൻ നോക്കിയത്, ഇവരാണ് എന്നെ വശീകരിക്കാൻ നോക്കിയത്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ ആ ദുർവൃത്തിയിലേക്ക് ഒരിക്കലും ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഈ സ്ത്രീയാണ്, ഇവരാണ് എന്നെ അതിനുവേണ്ടി വശീകരിച്ചത്, മോഹിപ്പിച്ചത്, എന്നെ കുതന്ത്രം പ്രയോഗിച്ച് ചതിയിലകപ്പെടുത്താനുള്ള വശീകരണ ശ്രമം നടത്തിയത് ഇവരാണ്. ഇപ്പൊ രണ്ടാളും പറയാ അയാളാണ്, അവള് പറയാ ഇവളാണ്. എന്നിട്ട് രണ്ടു കൂട്ടരും തർക്കായി. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കുദറത്ത് അവിടെ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് ഒരു സാക്ഷി പറയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ തർക്കം ഇങ്ങനെയാ ശരിയാവില്ല, ഞാനല്ലാന്ന് ഒരാൾ പറയാ, മറ്റേയാളല്ലാന്ന് മറ്റേയാളും പറയാ, ഇങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ, ഇതിനൊരു തീരുമാനം എടുക്കണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. ആരാ തീരുമാനം പറയുന്നത്? വശഹിദ, അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീക്ക് നോക്കൂ, വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സാക്ഷി പറയുന്നത്. അപ്പൊ പിന്നെ എന്തായാലും യൂസുഫ് നബിയുടെ ഭാഗം പറയില്ല എന്ന് ഉറപ്പാണല്ലോ, അവരെ ഭാഗല്ലേ പറയുള്ളൂ. എന്നിട്ടും അയാൾ എന്താണ് വിധി പറഞ്ഞത്? അയാൾ എന്താണ് പരിശോധിക്കാൻ പറഞ്ഞത്? നമുക്ക് നോക്കാം, ആരാണ് ഇതിൽ നിരപരാധി, ആരാണ് കുറ്റവാളി. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ചികിത്സ, അതല്ലെങ്കിൽ മാർഗം എന്താണ്, പരിശോധനാ രീതി എന്താണ്? ഇദ്ദേഹത്തിന്റെ ഷർട്ട് മുൻഭാഗത്ത് നിന്നാണ് കീറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഫസദഖത്ത്, ഇവൾ സത്യമാണ് പറഞ്ഞത്, വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് നുണയാണ് പറയുന്നത്. പിടിയും വലിയും കൂടുമ്പോ പെണ്ണിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നതാണെങ്കിൽ പെണ്ണ് ഇങ്ങോട്ടല്ല വലിക്കുമ്പോ മാറത്ത് പിടിക്കുമ്പോ, അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മാറത്ത് പിടി വരിക. അപ്പൊ കുറ്റക്കാരൻ ഇയാളാണ്, ഇവള് പറയുന്നതാണ് സത്യം. എന്നാൽ ഇനി അതല്ല, ഇനി അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറപ്പെട്ടിട്ടുള്ളതെങ്കിലോ ഫകദബത്ത്, അപ്പോൾ ഇവൾ കളവ് പറഞ്ഞിരിക്കുന്നു, വഹുവ മിനസ്സാദിഖീൻ, ഇദ്ദേഹം ആരുമാണ്? സത്യസന്ധനുമാണ്. അതാണ് പരിശോധന. കുപ്പായ എവിടെ കീറിയിട്ടുള്ളത് നോക്കാൻ പറയണം. മുന്നിലാണോ എന്നാ അവള് സത്യസന്ധനാണ്, ഇയാള് കളവ പറയുന്നത്. ബാക്കിലാണോ കീറപ്പെട്ടിട്ടുള്ളത് എങ്കിൽ യൂസുഫ് സത്യസന്ധൻ, ഇവൾ പറയുന്നത് കളവാണ് എന്നാണ് അവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ടവര് സാക്ഷി മധ്യസ്ഥനായി കൊണ്ടുവന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞത്. പരിശോധന നടന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായം കണ്ടപ്പോൾ ഖുദ്ദമിൻ, അത് പിൻഭാഗത്ത് നിന്നാണ് കീറപ്പെട്ടിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം, വളരെ കൃത്യമായിട്ടോടെ തീരുമാനം ഭർത്താവ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് നിങ്ങളുടെ ചതിയാണ്. പെണ്ണേ, ഇത് പെൺവർഗത്തിന്റെ ചതിയാണ്. ഇന്ന കൈദകുന്ന അളീം, നിങ്ങളുടെ ഈ കുതന്ത്രം വല്ലാത്ത കുതന്ത്രമാണ്. കാരണം വലിയ കുതന്ത്രല്ലേ പ്രയോഗിച്ചത്. ഒരൊറ്റ മിനിറ്റ് ഇടകൊണ്ട്, സെക്കൻഡ് ഇടകൊണ്ട് പ്ലേറ്റുകൾ മാറ്റിയില്ലേ, വാദി പ്രതിയായില്ലേ, നിരപരാധി അപരാധിയായി മാറിയില്ലേ, അതിനുള്ള വാചകം കണ്ടെത്തിയില്ലേ. ഓ, വല്ലാത്ത തന്ത്രം തന്നെ പെണ്ണേ നിന്റെ തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇപ്പൊ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇയാള് തീരുമാനം അവസാനം പറയണ, യൂസുഫു അഅ്രിദ് അൻ ഹാദാ, സാരല്ല യൂസുഫേ സാരല്ല, യൂസുഫ് അലൈഹി ഇസ്ലാം നിരപരാധിയാന്ന് മനസ്സിലായി. അപ്പൊ കൊട്ടാരത്തിലെ റാണിയെ സംബന്ധിച്ച് വേറെ തീരുമാനമൊന്നും എടുക്കാനില്ല. ഭർത്താവ് തീരുമാനം പറയണ, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, സാരല്ല കേട്ടോ, സാരല്ല, ഇത് വിട്ടേക്ക്, അത് ഞാൻ ആരോടും പറയൊന്നും വേണ്ട, ഇവിടെ അതൊരു പ്രശ്നമാവണ്ട, നാട്ടുകാരറിഞ്ഞിട്ട് ഇനി എന്റെ ഭാര്യ എങ്ങനെ കായിന്ന് നാട്ടുകാരറിയാണ്ട് പ്രശ്നമാവണ്ട, അവിടെ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. പെണ്ണിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ കുറ്റത്തിന് നീ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കണം. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, തീർച്ചയായും നീ തെറ്റുകാരികളിൽപ്പെട്ടവൾ തന്നെയാണ്, അതുകൊണ്ട് നീ തൗബ ചെയ്തോ.
അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഈജിപ്ഷ്യൻ ഭരണകൂടത്തിലെ രാജാവാണ് അയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈജിപ്ത് ഭരിക്കുന്ന രാജാവ് ആ നാട്ടിൽ വിഗ്രഹങ്ങളെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത മുശ്രിക്കീങ്ങളായിരുന്നു. ആ മുശ്രിക്കീങ്ങളായ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ദൈവേതരർക്ക് പ്രാർത്ഥനകളും ആരാധനകളും ബലിയർപ്പണങ്ങളും ഒക്കെ നടത്തിയിരുന്നുവെങ്കിലും തെറ്റ് ചെയ്താൽ പാപമോചനത്തിന് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ്നോടാണ് എന്ന് അവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ദൈവങ്ങളോടോ അതല്ലെങ്കിൽ മറ്റാരോടോ ഒന്നും ഇസ്തിഗ്ഫാർ നടത്താനല്ല, ഇസ്തിഗ്ഫാർ നടത്തിക്കോ, പാപമോചനത്തിന് തേടിക്കോ, അത് അള്ളാഹുവിനോട് തേടാൻ വേണ്ടിയിട്ട് പറയണം. നീ തെറ്റുകാരിയാണ്. അപ്പൊ പാപം പൊറുക്കുന്നവൻ അള്ളാഹു ആണെന്ന് അവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് ഇസ്തിഗ്ഫാറിന് അയാൾ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മഹാനായ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ അദ്ദേഹത്തിന് കിട്ടി എന്നർത്ഥം. ആ കുടുംബത്തിൽ തന്നെ പെട്ടിട്ടുള്ള സാക്ഷി പറഞ്ഞിട്ടുള്ള സാക്ഷ്യമൊഴിയിലൂടെയും മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി. മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട്, ഒരു മനുഷ്യന്റെ മനസ്സിലൊരു തിന്മക്ക് മോഹം വന്നിട്ട് ആ മോഹത്തിന് അള്ളാനെ ഭയപ്പെട്ടിട്ട് ഒരാളൊരു തിന്മ ചെയ്യാതെയായാൽ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ പ്രതിഫലം മൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ആരെങ്കിലും ഒരു തിന്മക്ക് വിചാരിച്ചു എന്നാൽ ഫലം യഅമൽഹാ, അള്ളാനെ ഭയപ്പെട്ടത് കൊണ്ട് അവനാ തിന്മ ചെയ്തില്ല, ഫലമാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് അയാൾ അത് ചെയ്തത്. അതുകൊണ്ട് അതിന് വല്ലാത്ത സ്ഥാനവും പദവിയും ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചതെന്ന ഈ ഒരു കാര്യം മഹാനായൊരു പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതറാതെ ഈമാനികമായി ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെതായ ശുദ്ധി പാലിച്ചു മുന്നോട്ട് പോകുവാൻ മഹാനായ പ്രവാചകന് സാധിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, ഇനി അവിടുന്ന് അങ്ങോട്ട് മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റു പരീക്ഷണങ്ങൾ, ജയിലും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അല്ലാഹു തആല തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന, ശുദ്ധീകരിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് അനുഗ്രഹത്തോടെ വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.